ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഊണിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കാം. പപ്പായ പരിപ്പ് പുളിങ്കറി. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്കൊരു കഷ്ണം ഉണക്കമീൻ വറുത്തതോ പപ്പടം വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ കുറേ ചോറിനാം. അപ്പോൾ എല്ലാവരും റെസിപ്പി മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടെ അമർത്തണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായിട്ട് വിളഞ്ഞ പപ്പായ അഥവാ കപ്പളങ്ങ ഒരു കഷ്ണം, തുവരപ്പരിപ്പ് ഒരു ചെറിയ കപ്പ്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് 10 എണ്ണം, ചതച്ചെടുത്ത വെളുത്തുള്ളി 6 അല്ലി, ഉണക്കമുളക് 2-3 എണ്ണം, ഒരു ചെറിയ കഷ്ണം ശർക്കര, വാളൻപുളി ഒരു ചെറിയ നെല്ലിക്ക ഉരുള വലിപ്പത്തിലുള്ളത്. ഇത് കുറച്ച് സമയം ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. നമ്മളിവിടെ ഒരു കപ്പളങ്ങയുടെ 1/4 ഭാഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലിപ്പത്തിൽ ചതുരത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. പരിപ്പും കപ്പളങ്ങയൊക്കെ കൂടെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ പാത്രത്തിലാണെങ്കിലും വേവിച്ചെടുത്താൽ മതിയാകും. നന്നായിട്ട് കഴുകിയെടുത്ത പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തുവര പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറുപയർ പരിപ്പോ മസൂർ ദാലോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. അപ്പോൾ പപ്പായ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ചതുരത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്രയും വലിപ്പത്തിൽ മതിയാകും. കാരണം പപ്പായയും പരിപ്പും ഏകദേശം ഒരേ സമയത്ത് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിൽ നമ്മൾ സൈസ് കുറച്ചാൽ പപ്പായ വല്ലാതെ വെന്ത് കലങ്ങിപ്പോവും. ഇനി ഇതിലോട്ട് ഒരു 2 പച്ചമുളക് നടുവെന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് കുറച്ച് ചാറുള്ള ഒരു ഒഴിച്ചുകറി ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പിന്നീട് ക്രമീകരിച്ചെടുക്കണം. പരിപ്പാകുമ്പോൾ വെന്ത് കഴിയുമ്പോൾ കുറച്ച് കുറുകി വരും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്യാം. ഇപ്പോൾ 2ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. 2 വിസിൽ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേവൊന്ന് നോക്കാം. കണ്ടില്ലേ, പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ അത് ഉടഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഇതിലോട്ട് വാളൻപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പം നമ്മൾ ടോട്ടൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കരയുടെ അളവ് കൂടി പോകരുത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് പരിപ്പായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറുകി വരും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കണം. ആ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുപോലെ തന്നെ ശർക്കര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ടും വരണം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമ്മളിതിനെ തിളപ്പിച്ചു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് റെഡിയാക്കി എടുക്കണം. ഇതിൽ കൂടുതൽ കുറുകണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ കുറുകി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം കറിയിലേക്ക് ചേർക്കാനുള്ള താളിച്ചത് റെഡിയാക്കി എടുക്കാം. ഒരു ചെറിയ പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും നന്നായി പൊട്ടി തീർന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയുടെ അളവ് കൂടി പോകരുത്, ജസ്റ്റ് 1/4 ടീസ്പൂൺ മാത്രം മതിയാകും. ഉലുവ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർക്കാം. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഇതേപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങാം. നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഞാനിപ്പോൾ കുക്കറിൽ നിന്ന് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. താളിച്ചത് ചേർത്ത ഉടനെ ഇതിനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചേർത്തിട്ട് ഉടനെ തന്നെ അടച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ വലിയ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്താൽ മതിയാകും. നമ്മുടെ പരിപ്പ് പപ്പായ പുളിങ്കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് സമയമൊന്നും ഇല്ലാത്തപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. നമസ്കാരം.